അഭിമാനമായിട്ട് ഒന്നും നടന്നാലും നമുക്ക് ഇനി പറഞ്ഞില്ലാതാക്കണ്ട. ചേട്ടാ എന്ത് തോന്നുന്നു പടം? നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ലതാണ് നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ തന്നെ പിന്നെ പറയുമ്പോഴേ എന്താ പോലും ഇല്ലില്ല. സാധാരണ നോർമൽ കൊച്ചിക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ അപ്പം ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പം അതിലേക്ക് തന്നെ ആ ക്യാരക്ടർ വേണമെന്ന് ചിന്തിക്കാനും അത് ചെയ്യാനുള്ളൊരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം എന്നാൽ സൈഡിൽ നിൽക്കണം മമ്മൂട്ടിയാണ്. പിന്നെ ഒരു ഓണത്തിന് വൻ ഹാപ്പി ആയിരുന്നു. ചില സമയത്തുള്ള നോട്ടങ്ങളൊക്കെ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്ക് കൂടുതൽ അഭിനയിക്കേണ്ടി വന്നില്ല ചില സ്ഥലത്ത്. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്ക എന്നൊരു നടനെ ആ മൊമെന്റ് കാണുമ്പോൾ ഫീലുണ്ടല്ലോ ഓഡിയൻസ്? വളരെ സന്തോഷം. മമ്മൂക്ക നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളേറെ അപ്പുറത്ത് ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അതിഗംഭീരമായിട്ടാണ് അത് പെർഫോം ചെയ്തത്. ഇല്ലില്ല, ഡയറക്ടർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. രാഹുൽ ഞാനായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഉറപ്പിച്ചാണ്. പക്ഷേ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. വളരെ വളരെ അർജുൻ വളരെ ഗംഭീരമായിട്ടുണ്ട്. അർജുനും സിദ്ധാർത്ഥും കോമ്പറ്റ് ചെയ്തുകൊണ്ട് ആണല്ലോ ചെയ്തത്. ആരാണ് മികച്ച് നിൽക്കുന്നതെന്ന് പറയാൻ ഇതിൽ ഒരു വ്യക്തി എന്നല്ല, ഹോൾ ടീം, മ്യൂസിക്, ഫോട്ടോഗ്രാഫി, എഡിറ്റിങ്ങിലെല്ലാം വണ്ടർ. ഗംഭീര സിനിമ. തീർച്ചയായും